Good morning to all of you. Today we are going to talk about standard deviation. Standard deviation may be defined as the square root of the arithmetic average of the squares of deviations taken from the arithmetic average of a series. It is also known as a root mean square deviation. It is the most important and widely used measure of dispersion. Standard deviation is denoted by the Greek letter sigma. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിലെ അരിത്മെറ്റിക് ആവറേജിൽ നിന്നുള്ള ഡീവിയേഷൻസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലഭിക്കുക. Standard deviation sigma is equal to square root of sigma x minus x bar all square divided by n is equal to square root of sigma x square divided by n minus sigma x divided by n whole square. It is to be noted that the standard deviation has been introduced by the renowned mathematician Professor Carl Pearson in 1823 as an improvement over the mean deviation, which was severely criticized for its ignoring the plus and minus signs while taking the deviation of the items. Mean deviationil മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ ഉള്ള ഡീവിയേഷൻസ് എടുക്കുമ്പോൾ അതിൻ്റെ പ്ലസ് ഓർ മൈനസ് സൈൻസ് പരിഗണിക്കുന്നില്ല എന്നുള്ള ന്യൂനത സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പരിഗണിക്കപ്പെടുന്നു. എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രത്യേകതയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക പ്രൊഫസർ കാൾ പിയേഴ്സൺ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷറാണ്. അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക അഥവാ CV കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കൂടുതലാണ് എങ്കിൽ ആ സീരീസിൻ്റെ വേരിയേഷൻ കൂടുതലായിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കുറവാണെങ്കിൽ ആ സീരീസിൻ്റെ വേരിയേഷൻ കുറവായിരിക്കും. മറ്റൊരർത്ഥത്തിൽ ഇപ്രകാരം പറയാം, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കുറവാണെങ്കിൽ അഥവാ വേരിയേഷൻ കുറവാണെങ്കിൽ ആ സീരീസ് കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ വേരിയേഷൻ കുറവാണെങ്കിൽ വേരിയേഷൻ കുറവാണെങ്കിൽ സീരീസ് കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ വേരിയേഷൻ കൂടുതലാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി കുറവായിരിക്കും. A series having less coefficient of variation is considered more consistent in comparison to a series having a higher value of coefficient of variation. Thus, it is used to compare the variability, homogeneity, stability, consistency, and uniformity of two or more series. It was developed by Carl Pearson.
Variance is another measure of dispersion. The term variance was first used by R.I. Fisher in 1918. Variance is the square of standard deviation. Variance is equal to sigma square. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് വേരിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ അരിത്മെറ്റിക് ആവറേജിൽ നിന്നുമാണ് മറ്റ് ഐറ്റംസിൻ്റെ ഡീവിയേഷൻസ് എടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പ്ലസ് ഓർ മൈനസ് സൈൻസ്, ആ ഡീവിയേഷൻസിൻ്റെ പ്ലസ് ഓർ മൈനസ് സൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഡീവിയേഷൻസിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മൈനസ് സൈൻസിൻ്റെ അല്ലെങ്കിൽ മൈനസ് സൈൻസ് ഇല്ലാതാകുന്നു. തുടർന്ന് ഡീവിയേഷൻ്റെ സ്ക്വയറിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. Difference between mean deviation and standard deviation. Mean deviation can be computed either from mean, median or mode. Standard deviation is always computed from mean. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. മീൻ ഡീവിയേഷൻ മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ മോഡിൽ നിന്നോ ഉള്ള ഡീവിയേഷൻ എടുത്ത് കമ്പ്യൂട്ട് ചെയ്യാം. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ എടുത്ത് മാത്രമാണ് കമ്പ്യൂട്ട് ചെയ്യുക. ദ algebraic signs of deviations plus or minus are ignored while calculating mean deviation. In the calculation of standard deviation, signs of deviations are not ignored. That means signs are taken into consideration. In mean deviation, it is based on simple average of the sum of absolute deviations, whereas standard deviation is based on the square root of the average of the squared deviations. Mean deviation lacks mathematical properties, whereas standard deviation is mathematically sound. Calculation of standard deviation under individual observation. In case of individual observation, standard deviation can be computed by applying any of the three methods. First one, method based on the use of actual data, square of values method, direct method, and shortcut method. First one is method based on the use of actual data. When the number of observations are few, standard deviation can be calculated by using the original data. This method is also known as square of values method. The formula is standard deviation is equal to square root of sigma x square divided by n minus sigma x divided by n all square. Steps for calculation. Firstly, find the sum of the items, that is sigma x. Then the values are squared and find out the total sigma x square. Substitute the values in the formula. The result will give the value of standard deviation. Sigma is equal to square root of sigma x square divided by n minus sigma x divided by n whole square. The following data represent the number of cars entering a petrol pump between 9 am and 11 am in a city during the last 8 days of a month. Calculate standard deviation and coefficient of variation. Number of cars 7, 8, 6, 8, 9, 7, 5 and 6.
Computation of standard deviation. X, that is the number of cars, 7, 8, 6, 8, 9, 7, 5 and 6. Then x square. Seven squared 49, 8 squared 64, 6 squared 34, 6, 8 squared 64, 9 squared 81, 7 square 49, 5 square 25 and 6 square 36. Standard deviation is equal to sigma square root of sigma x square divided by n minus sigma x divided by n. Sigma x square is equal to 404, n number of items 8, 404 divided by 8 minus sigma x, total of x is equal to 56 divided by n 8. Therefore 56 divided by 8 all square is equal to square root of 50.5 minus 7 square is equal to square root of 50.5 minus 49 is equal to square root of 1.5 is equal to 1.225. Standard deviation is 1.225. Coefficient of variation. Coefficient of variation is equal to standard deviation divided by mean into 100. X bar, that is mean, is equal to sigma x divided by n is equal to 56 divided by 8 is equal to 7. Coefficient of variation is equal to 1.225, that is standard deviation divided by n is equal to 7 into 100 is equal to 17.5%.